നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നല്ല ദിവസം ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ. സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവമക്കളെ കുറ്റപ്പെടുത്തുന്ന സാത്താൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അനന്തരം ദൈവം എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. പ്രവാചകനായ സഖരിയാവിനെ ദൈവം ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം ഇന്നും പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും. സാത്താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കാണിച്ചു തരും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് ദൈവം കാണിച്ചു തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കാണിച്ചു തരും. പ്രവാചകനായ സഖരിയാവിന് കാണിച്ചു കൊടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുറ്റം ചുമത്തുവാൻ നിൽക്കുന്ന സാത്താനെയാണ്. ആരെയാണ് കുറ്റം ചുമത്തുന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. മഹാപുരോഹിതനായ യോശുവയെ ആണ് കുറ്റപ്പെടുത്തുന്നത്. യോശുവ ആരാകുന്നു എന്നുള്ളത് ഹഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശെയല്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവായ്ക്കും ഉണ്ടായത് എന്നാൽ, ഇപ്പം യോശുവ ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. മഹാപുരോഹിതനായ യഹോസാദോക്കിൻ്റെ മകനാണ് യോശുവ. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ശുശ്രൂഷ യോശുവയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നു. ആ യോശുവയെ ദൈവം എപ്പോഴും നീതീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ നിൽക്കുന്നത് പ്രവാചകനായ സഖരിയാവ് കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം കേൾക്കുന്ന ഒരു മഹാശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നദ്ധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞവല്ലോ. രാപ്പകൽ വിശ്വാസികളുടെ ജീവിതത്തിലെ ബലഹീനതകളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ സാത്താൻ വളരെ തീഷ്ണതയാണ് കാണിക്കുന്നത്. എന്നാൽ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവർക്ക് വേണ്ടി സംസാരിപ്പാൻ ഒരു കാര്യസ്ഥനുണ്ട്. അതാണ് ദൈവമക്കൾ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 2:1 എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്കുണ്ട്. അപ്പോൾ സാത്താൻ ഇവിടെ ചെയ്യുന്നത് രാപ്പകൽ ദൈവസന്നിധിയിൽ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നു. അപവാദി എന്നാണ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 1:9 അതിന് സാത്താൻ ദൈവത്തോട്, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. അവൻ എന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറയുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട്
ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാത്താനെക്കുറിച്ച് അവിടെയും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെയെല്ലാം നാം കാണുന്ന ഒരു കാര്യം, ദൈവം നീതീകരിക്കുന്നവനെ കുറ്റം ചുമത്തുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. ദൈവം നീതീകരിക്കുന്നവനെ കുറ്റം ചുമത്തുന്നത് ആർ? നീതീകരിക്കുന്നത് ദൈവം, കുറ്റം ചുമത്തുന്നത് ആർ? സെക്കരിയാവിൻ്റെ പുസ്തകം, പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യഹോവ സാത്താനോട്, സാത്താനെ, ദൈവം നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. സാത്താൻ അവിടെ ലജ്ജിതനായിട്ട് പോകുന്നു. മാത്രമല്ല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിന്ന യോശുവായ്ക്ക് വേണ്ടി ദൈവം കൽപ്പിക്കുന്നത് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളയുവിൻ എന്നാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. കുറ്റബോധത്താൽ നാം ആരും നേറിപ്പുകഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ തെറ്റുകൾ, കുറവുകൾ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. വന്നാൽ അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കണം. ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക, രാപ്പകൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അപവാദിയായ പിശാച് എപ്പോഴും ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ എന്നുള്ള ദൈവവചനം ഓർക്കുകയും ദൈവസന്നദ്ധിയിൽ വിശുദ്ധരായി ജീവിപ്പാൻ സമർപ്പിക്കുകയും ചെയ്യാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാനുള്ള ദൈവകൃപ എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.